ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ യോഹന്നാന്റെ ലേഖനം എന്ന വിഷയത്തിൻ്റെ മൂന്നാമത്തെ സെക്ഷനിൽ പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹം നിങ്ങളെ അറിയിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ നൽകിയ പ്രോത്സാഹനത്തിന്, സഹകരണത്തിന്, പ്രാർത്ഥനയുടെ പിൻബലത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളവരോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്. തുടർന്നും ശുശ്രൂഷയോടത്തെ പ്രാർത്ഥിക്കുകയും സന്ദേശങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. നാം കഴിഞ്ഞ സെക്ഷനുകളിൽ 3-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വചനം വരെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാം ഇന്ന് 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ വായിച്ച് നമ്മുടെ ചിന്ത ആരംഭിക്കുന്നു. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവീൻ. ഇവിടെ ലേഖനകർത്താവ് തൻ്റെ അനുവാചകരോട് വളരെ ഗൗരവപൂർണമായ ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവീൻ. ലേഖനകർത്താവ് തൻ്റെ അനുവാചകരോട് വളരെ പരമപ്രധാനമായ ഒരു കാര്യം അറിയിക്കുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? കള്ളപ്രവാചകന്മാർ ലോകത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, ലോകത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ വരുന്ന ആളുകൾ അവരെ എന്ത് പറയുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരത് ഏത് ആത്മാവിനാൽ പറയുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഇവിടെ ലേഖനകർത്താവ് ഓർപ്പിക്കുന്നത്. ഇത് എല്ലാ തലമുറയിലെയും ആളുകൾക്കും ബാധകമാണ്, നമുക്കും ഇത് ബാധകമാണ്. കാരണം പ്രവാചകന്മാരുടെ ജനപ്രീതി കണ്ടുകൊണ്ട് ആ വേഷം ചാർത്തി ഇറങ്ങിയ ഒരുപാട് കള്ളപ്രവാചകന്മാരും ഈ കാലഘട്ടത്തിലും എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ കൃത്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ട കാര്യം, അവരത് ഏത് ആത്മാവിനാൽ അത് ചെയ്യുന്നു എന്ന് നാം തിരിച്ചറിഞ്ഞ് ദൈവാത്മാവിനാൽ അവർ നിയന്ത്രിക്കപ്പെടുന്നത് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ സ്വീകരിക്കാവുള്ളൂ എന്നുള്ളതാണ്. അതൊന്നും ഇന്നും ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് ഉള്ളവയോ എന്ന് ശോധന ചെയ്യുവാനായിട്ട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ദൈവാത്മാവിന് ഇതിനെല്ലാം അറിയാം. യേശുക്രിസ്തു ജഡത്തിൽ നിന്ന് വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. അപ്പോൾ ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള അവരെ സമീപനവും അവരെ പഠിപ്പിക്കലും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ അറിയാം അത് ദൈവാത്മാവിനാലുള്ളതാണോ അല്ലോ എന്ന് അറിയാൻ കഴിയുമെന്നാണ് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അടുത്തത്, യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്ന് ഉള്ളതല്ല. യേശുവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട്, യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ടൊക്കെയുള്ളതായ യാതൊരു ശുശ്രൂഷയും യാതൊരു പ്രവചനവും എന്തല്ല, അത് ദൈവത്തിൽ നിന്ന് ഉള്ളതല്ല എന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തത്, അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാകുന്നു. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ പിന്നൊക്കെ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ പ്രവർത്തിക്കുന്നതാണ്. അവരുമായിട്ട് നമുക്ക് കൂട്ടായ്മയുടെ ആവശ്യമില്ല. അത് നമ്മെ ദോഷത്തിലേക്ക് അല്ലെങ്കിൽ ദൈവകൃപയിൽ തെറ്റി ഒഴിഞ്ഞു പോകാത്ത രീതിയിലൊക്കെ നമ്മെ നയിക്കും എന്നുള്ളതായ മുന്നറിയിപ്പ് അപ്പോസ്തലൻ ഇവിടെ തൻ്റെ എഴുത്തുകളിലൂടെ നൽകുകയാണ്. ക്രിസ്തുവിൻ്റെ ആത്മാ, അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാ, അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. അപ്പോൾ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ വ്യാപാരം ഇപ്പോഴും ലോകത്തിലുണ്ട്. വരുമെന്നുള്ളത് മാത്രമല്ല, ഇപ്പോഴും അതിൻ്റെ വ്യാപാരം ലോകത്തിലുണ്ട്. നാം തിരിച്ചറിഞ്ഞ് നാം ദൈവാത്മാവിന് വിധേയപ്പെട്ടും കീഴ്പ്പെട്ടും പോകണം. എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിനെയും അതിൻ്റെ ശുശ്രൂഷകളൊക്കെ നമ്മൾ ഒഴിവായി മാറേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചു മരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. കർത്താവ് യേശുക്രിസ്തു തമ്മിലുള്ളതുകൊണ്ട്, നാം അവനിൽ വസിക്കുന്നത് കൊണ്ട് നമുക്ക് ഇവയൊക്കെ ജയമെടുക്കുവാൻ കഴിയുമെന്നാണ് പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രിസ്തു നമ്മളിൽ വസിക്കത്തക്ക രീതിയിലുള്ളതായ ഒരു ജീവിതത്തിൽ നമ്മൾ ഉടമകളായിരിക്കണം. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജയമെടുപ്പാനുള്ള കൃപ നമ്മൾ ദിവസത്തിൽ നിന്ന്
പ്രാപിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. അവർ ലൗകികന്മാർ ആകയാൽ ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഉണ്ടോ? ഇങ്ങനെയുള്ള ആളുകളുടെ ശുശ്രൂഷയിൽ അവർ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതെന്ന് അറിയാമോ? നിത്യതയ്ക്കോ ആത്മരക്ഷയ്ക്കൊന്നും ആയിരിക്കില്ല, മറിച്ച് എന്താണ്? ഭൗതികമായ നേട്ടം. ബന്ധനങ്ങൾ അഴിയുന്നു, പോരാട്ടങ്ങൾ മാറുന്നു, നിനക്ക് ബസ് കിട്ടുന്നു, കാറ് കിട്ടുന്നു, ലോറി കിട്ടുന്നു, വീട് കിട്ടുന്നു, ജോലി കിട്ടുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഭൗതികമായ ലോകത്തിൻ്റെ മോടിയിലേക്ക്, ലോകത്തിൻ്റെ പ്രതാപത്തിലേക്ക് വരുന്നതായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ പലപ്പോഴും ഒരു ശുശ്രൂഷകൾ. എന്നാൽ ദൈവാത്മാവിനാൽ നിയമിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലെ വീടോ കാറോ ബസ്സോ ലോറിയോ ജോലിയോ വിവാഹം നടക്കുന്നതോ അങ്ങനെ ഒന്നുമല്ല. അവനെന്താണ്? വിദേശയാത്രയൊന്നും അല്ല. എന്താണ്? അവൻ്റെ ശുശ്രൂഷ മാത്രം അവൻ ആഗ്രഹിക്കുന്നത് ജീവിതങ്ങൾ കർത്താവിൽ കേടുതോർ നിത്യതയിലേക്ക് എത്തിച്ചേരണം, പാവക്ഷമ പ്രാപിക്കണം, നിത്യജീവൻ കൈവരിക്കണം എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ലൗകികമായ കാര്യങ്ങൾ പറയുന്ന, അങ്ങനെയുള്ള കാര്യങ്ങൾ നേട്ടത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നവൻ അല്ലെങ്കിൽ അങ്ങനെ ശുശ്രൂഷിക്കുന്നവരെ ഓർത്തുള്ളവർ ലോകത്തിൽ നിന്നുള്ളവരാണ്. അവർ ലൗകികമാരാണ്, ലൗകികമായി ചിന്തിക്കുന്നു. എന്നാൽ ആത്മീയന്മാർ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ രക്ഷ എന്ന വിഷയത്തിനായിരിക്കും മുൻതൂക്കം കൊടുക്കുക. നിത്യതയ്ക്ക് വേണ്ടി അവരെ ഒരുക്കുക എന്നുള്ളതാണ് അവരുടെ ശുശ്രൂഷയുടെ ആത്യന്തിക ലക്ഷ്യം. ഓക്കെ, പക്ഷെ ഇത് കേൾക്കാൻ അധികം പേരുണ്ടാകില്ല. ലൗകികമായ കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ ലോകപ്രയം കിട്ടുന്ന വീട് കിട്ടും, കാറ് കിട്ടും, ലോറി കിട്ടും, ബസ് കിട്ടും, അല്ലേ, ജോലി കിട്ടും, വിവാഹം നടക്കും, വിദേശ യാത്രയ്ക്ക് പോകാൻ കഴിയും, ഉന്നതമായ നിലയിലെത്തും, അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കാൻ ഒരുപാട് പേരുണ്ടാവും. ആത്മരക്ഷയുള്ള ബന്ധത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാനും വളരെയധികം പേരുണ്ടായെന്ന് വരികയില്ല. കാരണം ഇത് ഇടുക്കമുള്ള വഴിയാണ്, ഞെരുക്കമുള്ള വഴിയാണ്. മറ്റേ വഴി വിശാലമേറിയ വഴിയാണ്, അതിലൂടെ പോകുന്ന ഒരുപാട് പേരുണ്ട്. നാം ആത്മരക്ഷയുടെ പ്രാധാന്യം മനസ്സിലാക്കി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നില്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. ഇവിടെ ദൈവനത്തോട് ഒരുവൻ എങ്ങനെ പ്രതികരിക്കുന്നു നമ്മൾ മനസ്സിലാക്കിയാൽ അവൻ ദൈവത്തിൽ നിന്നുള്ളവനാണെങ്കിൽ അവൻ ദൈവത്തിൻ്റെ വചനം ഉള്ളതുപോലെ കൈക്കൊള്ളും. ദൈവത്തിൽ നിന്നില്ലാത്തവൻ ഈ ആത്മരക്ഷയെക്കുറിച്ചും നിത്യയെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവന് വകവയ്ക്കില്ല. അവൻ അപ്പുറത്ത് മറ്റേ കർണരസമാകുമാറ് കേൾക്കുന്ന കുറേ കാര്യങ്ങൾ അതിലെ കേൾക്കാനായിട്ട് ഓടിക്കൊണ്ടേയിരിക്കും. ഇതാണ് വ്യത്യാസം. സത്യത്തിൻ്റെ ആത്മാവ് ഏത് എന്നും വഞ്ചനയുടെ ആത്മാവ് ഏത് എന്നും നമുക്കിതിനെല്ലാം അറിയാം. ഈ ശുശ്രൂഷയിൽ അവർ പ്രാധാന്യം കൊടുക്കുന്നതായ കാര്യങ്ങൾ, അവർ ഊന്നൽ കൊടുക്കുന്ന കാര്യങ്ങൾ എന്തിനാണെന്ന് മനസ്സിലാക്കിയാൽ അത് ഏത് ആത്മാവിനാൽ നയിക്കപ്പെടുന്നത് നമുക്ക് ബോധ്യമാകാൻ കഴിയും. ഒന്നുകിൽ സത്യത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് ദൈവവചനം ഉള്ളതുപോലെ പറഞ്ഞ് ആന്നുള്ള ശുശ്രൂഷ, അല്ലെങ്കിൽ ലോകപരമായ കാര്യങ്ങളെ പറഞ്ഞു, എൻ്റെ ഉന്നതങ്ങളെ പറഞ്ഞൊക്കെ ആ നിലയിൽ നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്നതായ ശുശ്രൂഷ. നമ്മളിതിൽ ഏതിനെയാണ് പിൻപറ്റുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നാം എപ്പോഴും സത്യാത്മാവിനാൽ നയിക്കപ്പെടുന്ന ശുശ്രൂഷകളെ പിൻപറ്റി നിത്യജീവനിലാക്കി ഓടുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. അപ്പോൾ സ്നേഹത്തിന് അവിടെ പ്രാധാന്യം കൊടുക്കുക. നമുക്കറിയാം യോനാൻ എപ്പോഴും സ്നേഹത്തെക്കുറിച്ച് അറിയാൻ പറയുക. അതുകൊണ്ട് യോനാനെ കുറിച്ച് അറിയുന്നത് സ്നേഹത്തിൻ്റെ അപ്പസ്തലൻ എന്നാണ്. ഞാൻ ചില പാഠങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പോലെ പൗലോസ് വിശ്വാസത്തിൻ്റെ അപ്പസ്തലനാണെങ്കിൽ പത്രോസ് പ്രത്യാശയുടെ അപ്പസ്തലനാണ്, യാക്കോബ് പ്രവൃത്തികളിലും വിശ്വാസവും കൂടെ പ്രവൃത്തികളും വേണമെന്ന് വാദിക്കുന്നതായ പ്രവൃത്തികളുടെ അപ്പസ്തലനാണ്, യോഹന്നാൻ സ്നേഹത്തിൻ്റെ അപ്പസ്തലനാണ്, യൂദ ദുരുപദേശ ഗണനത്തിൻ്റെ അപ്പസ്തലനാണ്. ഇങ്ങനെയാണ് അവരുടെ എഴുത്തുകളിലൂടെ അവർ പ്രതിപാദിക്കുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ വേദപണ്ഡിതന്മാർ അവരെ വേർതിരിച്ച് പഠിപ്പിക്കുന്നതൊക്കെയാണ്. നമുക്കത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ട കാര്യപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നാം അന്യോന്യം സ്നേഹിക്കുക. യോനാൻ പറയാം അന്യോന്യം സ്നേഹിക്കണം. സ്നേഹിക്കുന്ന പുതിയൊരു കൽപ്പന വന്നിരിക്കുന്നു. അങ്ങനെ പലപ്പോഴും സ്നേഹത്തെ ഊന്നൽ കൊടുത്തുകൊണ്ടായിരിക്കും യോനാന്റെ എഴുത്തുകളിൽ അധികവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുവൻ സ്നേഹിക്കുന്നവനാണെങ്കിൽ
അവൻ ദൈവത്തിൽ ജനിച്ചിരിക്കുന്നു മനസ്സിലാക്കാൻ കഴിയും. അവൻ ദൈവത്തെ അറിയുന്നു മനസ്സിലാക്കാൻ കഴിയും. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അപ്പം നമ്മളിൽ എത്രമാത്രം സ്നേഹമുണ്ട്, നമ്മുടെ സഹജീവികളെ, സഹപ്രവർത്തകരെയൊക്കെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? അവരുടെ കഷ്ടത കാണുമ്പോൾ, അവരുടെ പ്രയാസം കാണുമ്പോൾ നമുക്ക് അവരെ കഴിഞ്ഞ നിലകളിൽ നിന്ന് സഹായിക്കാൻ കഴിയുന്നുണ്ടോ? അവരോട് ദൈവം കാണിക്കാൻ കഴിയുന്നുണ്ടോ? ഇതൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ദൈവമുണ്ടോ എന്നാണ്. നമ്മൾ ദൈവമുണ്ടെന്ന് നാം ദൈവവിശ്വാസം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇന്ന് പുറപ്പെടുന്ന ഫലങ്ങളിലൂടെയാണ് നാം എന്താണ് എന്ന് ലോകം മനസ്സിലാക്കുന്നത്. ദൈവം സ്നേഹം തന്നെ. വായിക്കാറ് ഗോഡ് ഈസ് ലവ് പറയാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്. ആ സ്നേഹത്തിൻ്റെ ഭക്തകളായി നമ്മൾ മാറണം. ഓക്കെ, ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കണമെന്ന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവം നമ്മളുള്ള സ്നേഹം പ്രത്യക്ഷമായി. അപ്പോൾ ദൈവം സ്നേഹമെന്ന് പറയുക മാത്രമല്ല, ദൈവം തൻ്റെ പ്രവൃത്തിയിലൂടെ ആ സ്നേഹത്തെ പ്രകടമാക്കി എന്നുള്ളതാണ്. എങ്ങനെ പ്രകടമാക്കിയത്? നമ്മളാരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് ക്രൂശിൽ യാഗമായി തീർത്ത് അതിലൂടെ നമ്മളുടെ സ്നേഹത്തെ പ്രദർശനമാക്കി. നമ്മൾ റോമലേഖനം പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്, ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ നമ്മോടുള്ള സ്നേഹത്തെ കർത്താവ് അപ്രകാരമാണ് പ്രദർശിപ്പിച്ചത്. തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കണതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവം നമ്മളുള്ള സ്നേഹം പ്രത്യക്ഷമായി. മനുഷ്യൻ പാപികളായിരുന്നു, പാപത്തിന് ശിക്ഷയുണ്ടായിരുന്നു. മനുഷ്യന് സ്വയമായി രക്ഷപ്രാപിപ്പാൻ സാധ്യമല്ലായിരുന്നു. മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥയ്ക്ക് അറുതി വരുത്തിയുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാനായി ലോകത്തിൽ വന്നു. നമുക്ക് വേണ്ടി ക്രൂശിയാഗമായി തീർന്നു. ആ പാപപരിഹാര വിലയിൽ വിശ്വസിച്ച് പാപങ്ങളെ ചൊറിഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തെ ഭയപ്പെട്ട് മനസ്സരിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്ന ഏതൊരുവനും പാപക്ഷമ കൈവരിക്കാനിടയായിത്തീരും. അങ്ങനെ പാപക്ഷമ പ്രാപിച്ചവന് മാത്രമേ ശിക്ഷാവധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുകയുള്ളൂ. നമ്മൾ രക്ഷിപ്പം കർത്താവ് വന്നു എന്നിൽ നിന്നാണെന്നറിയാവോ? പാപത്തിൻ്റെ ശിക്ഷ നമ്മെ വിടുവിപ്പാനായിട്ടാണ്. സകല മനുഷ്യരും ദൈവഭാഗത്തെറ്റിയാരാ? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്തു, ദൈവതേജസ്സിൽ അത്ര തീർന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ശിക്ഷാവധിയുണ്ട്. എന്നാൽ കർത്താവായ യേശു മുഖാന്തരം നമുക്കെന്തുണ്ട്? ആ ശിക്ഷാവധിയിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ കഴിയും. അങ്ങനെ വിശ്വാസാൽ ആത്മരക്ഷ പ്രാപിക്കാത്ത ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഞാൻ സ്നേഹത്തിൽ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾക്കൂടി വേണ്ടിയാണ് യേശു മരിച്ചത്. വിശ്വസിച്ച് പാവങ്ങളെ ചൊറിഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തെ ഭയപ്പെട്ടും അനുസരിച്ചും ജീവിക്കുവാൻ തീരുമാനമെടുക്കുക. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമെന്ന ചോദ്യം ഈ തലമുറയിൽ ദൈവം നമ്മോടുകൂടെ ചോദിക്കുക. അതുകൊണ്ട് തന്നെ കർത്താവായ യേശുവിലുള്ള വിശ്വാസാൽ ആത്മരക്ഷ പ്രാപിപ്പാനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അടുത്തത്, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചു തന്നെ സാക്ഷാൽ സ്നേഹമാണ്. നമ്മൾ അങ്ങോട്ട് കയറി സ്നേഹിച്ചതല്ല, ഇത് നമ്മെ സ്നേഹിച്ച് ഇങ്ങോട്ട് തേടി വന്നതാണ്. അവൻ തൻ്റെ പുത്രനെ നമുക്കൂടെ അയച്ചു തന്നെ നമ്മൾ സ്നേഹത്തെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിന് നമ്മോട് കാണിച്ച സ്നേഹത്തോട് നമ്മളെങ്ങനെയാണ് പ്രതികരിക്കുന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ദൈവം നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രൻ നമുക്ക് തരുവാനിടയായി തീർന്നു. ആ സ്നേഹത്തിൽ നമുക്ക് പ്രകാരം പ്രതികരിക്കുവാൻ കഴിയുന്നുണ്ട്, നമുക്കവനെ സ്നേഹിക്കുവാൻ കഴിയും. അവൻ നമ്മെ സ്നേഹിച്ചതുപോലെ നമുക്കവനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്. കർത്താവിനെ സ്നേഹിക്കുക എങ്ങനെയാണ്? അവരുടെ വചനങ്ങളെ അനുസരിക്കുന്നതിലൂടെയാണ് നാം അവനെ സ്നേഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം പഠിക്കുമ്പോൾ കാണുന്നത്, കൽപ്പനകളെ ലഭിച്ച് പ്രമാണിക്കുന്നവനെ സ്നേഹിക്കുന്നതാണ്. അപ്പം ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ അനുസരിക്കുന്നതിലൂടെയാണ് നാം ദൈവത്തെ സ്നേഹിക്കുന്നത്. നമുക്കങ്ങനെ ദൈവം അനുസരിച്ച് ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. ഇല്ലെങ്കിൽ നമ്മുടെ പുതിയ തീരുമാനവും ഒരു ക്രമീകരണമൊക്കെ അനിവാര്യമാണ്. ദൈവത്തെ സ്നേഹിപ്പാനായിട്ട്, വചനങ്ങളെ പൂർണ്ണ അനുസരിപ്പാനായിട്ട്, നമുക്ക് വിനിയോഗിപ്പാനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ എങ്ങനെ സ്നേഹിച്ചു എങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. അപ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചുകൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ അനുസരിക്കണം, ദൈവത്തെ സേവിക്കണം. അപ്പോൾ തന്നെ നാം സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അന്യോന്യം സ്നേഹിപ്പാനും ഇവിടെ പറയണം. മനുഷ്യൻ പലപ്പോഴും അന്യോന്യം കടിച്ചു കയറുവാനും
അന്യോന്യം ഉപദ്രവിക്കുവാനും അതൊക്കെ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ കർത്താവിനെ പറഞ്ഞ് നമ്മൾ അന്യോന്യം സ്നേഹിക്കുന്നവരായിരിക്കണം. നമ്മുടെ ഉത്തരവാദിത്വം അതാണ്. അന്യോന്യം സ്നേഹിക്കുവാൻ ഉത്സാഹികളായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുവാനാകട്ടെ. അന്യോന്യം പകവയ്ക്കുവാനോ അന്യോന്യം ഭാരവയ്ക്കുവാനോ അന്യോന്യം ഉപദ്രവിക്കാനോ നിലവിൽ തന്നെ അന്യോന്യം സ്നേഹിപ്പാനായിട്ട് നമുക്ക് ഒരു മനസ്സുണ്ടാകട്ടെ. അടുത്തത്, നാം അന്യോന്യം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവൻ്റെ സ്നേഹം നമ്മിൽ തികഞ്ഞു മരിക്കുന്നു. ഇങ്ങനെ അന്യോന്യം സ്നേഹിക്കുന്നതിലൂടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ വസിക്കുന്നതും നമ്മൾ തികയുവാനിടയായി തീർന്നതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ദൈവസ്നേഹത്തെ തികവിലായിരിക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മളിതൊക്കെ പഠിക്കുമ്പോഴേ എനിക്ക് ദൈവസ്നേഹമുണ്ടോ, എനിക്ക് ദൈവസ്നേഹത്തിൻ്റെ തികവ് പ്രാപിക്കാൻ കഴിയുന്നുണ്ടോ, എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ, എനിക്ക് എൻ്റെ സഹോദരങ്ങളെ, കൂട്ടുവിശ്വാസികളെ, സഹപ്രവർത്തകരെ, സമൂഹത്തിലെ മറ്റ് സഹജീവികളെ എനിക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് ശാന്തമായി ചിന്തിച്ച് എവിടെയെങ്കിലൊക്കെ കുറവുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടുപിടിക്കുവാനും തിരുത്തുവാനുമായിട്ട് ഈ വചന പഠനം നമുക്ക് ഒരു സഹായകരമാകട്ടെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നാം അവനിലോ നമ്മിൽ വസിക്കുന്നതെന്ന് നാം അവിടെ തൻ്റെ ആത്മാവ് തന്നതിനാൽ നാം അറിയുന്നു. ഇങ്ങനെ നമ്മെ സ്നേഹിച്ച് തൻ്റെ ആത്മാവ് നൽകുന്നതിയായിത്തീർന്നു. പക്ഷേ ആത്മാവ് തന്നതിൻ്റെ ഉദ്ദേശത്തിൽ നമ്മൾ അവനിലും അവൻ നമ്മളിലും ആണെന്നുള്ള തെളിവ് നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഈ ആത്മാവിൻ്റെ നിയോഗവും ആത്മസാന്നിധ്യവും വിട്ടുകളഞ്ഞും ഓടുമ്പോൾ നമ്മൾ ആരെ വിട്ടിട്ടാണ് ഓടുന്നതെന്ന് അറിയാമോ? കർത്താവിനെ വിട്ടു ഓടുകയാണ്. എപ്പോഴും നിരന്തരമായി കർത്താവുമായിട്ട് വ്യക്തിബന്ധമായ കൂട്ടായ്മയിൽ മുന്നോട്ട് പോകാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ അവനെ ഇട്ടേച്ചെറിഞ്ഞ് ഓടുവാൻ ഒരിക്കലും ഇവിടെ വരരുത്. പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നെന്ന് ഞങ്ങൾ കണ്ടു സാക്ഷ്യം പറയുന്നു. കണ്ടോ, കർത്താവായ യേശുക്രിസ്തുവിനെ ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞാണ് ലോകരക്ഷിതാവായിട്ടാണ്, ലോകത്തെ രക്ഷിപ്പാനായിട്ട്, ഒരു വിഭാഗം ആളുകളെ രക്ഷിപ്പാനായിട്ടല്ല, ഏതെങ്കിലും ഒരു പ്രത്യേകം കൂട്ടം ആളുകളെ രക്ഷിപ്പാനായിട്ട്. പിന്നെ തന്നെ ലോകത്തെ ഒന്നും രക്ഷിപ്പാനായിട്ട് വചനം പറഞ്ഞ് മറ്റൊരുത്തിലും രക്ഷയില്ല. നാം രക്ഷ പ്രാപിക്കുവാൻ ആകാശം കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. യേശു പറഞ്ഞില്ലേ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. തന്നെ പോലെ സ്ലേവ് പറയുന്നുണ്ടല്ലോ, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുപടിയായി തങ്ങളുടെ ക്രിസ്തു യേശു തന്നെ. അപ്പോൾ മനുഷ്യന്റെ ആത്മരക്ഷയുള്ള ബന്ധത്തിൽ അവിടെ രക്ഷിതാവായി, ലോകത്തിലെ സകല ജനങ്ങൾക്കും, സകല ഗോത്രങ്ങളിലെയും സകല വംശങ്ങളിലെയും ജനങ്ങൾക്കും രക്ഷിതാവായ ഒരുവൻ, മറ്റൊരുത്തിൽ രക്ഷ. പത്രോസ്ലീഹ പറയാം, മറ്റൊരുത്തിൽ രക്ഷയില്ല. നാം രക്ഷ പ്രാപിക്കുവാൻ ആകാശം കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. കർത്താവായ യേശു ക്രിസ്തു രക്ഷകനിലൂടെ രക്ഷ പ്രാപിപ്പാനായി ദൈവം തൻ്റെ പുത്രനെ നമുക്ക് ഈ ഭൂമിയിലേക്ക് അയച്ചു. അവൻ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ആത്മരക്ഷ കരസ്ഥമാക്കാൻ കഴിയും. ലളിതമായ നടപടിക്രമങ്ങളേ ഉള്ളൂ. വിശ്വാസാൽ രക്ഷ, പ്രവർത്തികളല്ല. മനുഷ്യൻ പ്രവർത്തികളിലൂടെ രക്ഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ദൈവം പറയുന്നത് വിശ്വാസത്താൽ. ആരുടെ വിശ്വാസം? കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ സൗജന്യമായി നമുക്ക് നീതീകരിക്കപ്പെടുവാൻ കഴിയുമെന്നുള്ളതാണ് റോമാലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, അവൻ ലോകരക്ഷിതാവാണ്. അവനാൽ രക്ഷപ്പെടാൻ കഴിഞ്ഞ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതുവരെയും ആ രക്ഷിതാവ് നിനക്ക് വേണ്ടി മരിച്ചിട്ടും ഞങ്ങളോട് ജീവിക്കാൻ തീരുമാനമെടുക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തെ എന്നെ സമർപ്പിക്കുവാൻ ഞാൻ നിങ്ങളെ സ്നേഹബുദ്ധിയെ ഓർമ്മിപ്പിക്കുകയാണ്. യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. അപ്പോൾ പരസ്പരമായ ഒരു കൂട്ടായ്മ ദൈവം മനുഷ്യനുമായിട്ടുണ്ടാകണം. അത് നിരന്തരമായിരിക്കണം, അത് അണമുറിയാത്തതായിരിക്കണം എന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അത് നമ്മെ സ്നേഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന, പുറകോട്ട് പിടിച്ച് വലിക്കുന്നതായ ഒരുപാട് ഘടകങ്ങൾ ലോകത്തിലുണ്ട്. നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. നമ്മെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റിക്കളയുന്നതായ, ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതായ ഒരുപാട് കാര്യങ്ങൾ ലോകത്തിൽ പിശാച് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു ഹവ്വയെ, ആദ്യ മനുഷ്യരെ ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് ഒഴിവാക്കിയത് എങ്ങനെയാണെന്ന് അറിയാമോ? ഉപായത്താൽ ചതിച്ചിട്ടാണ്. സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഗുണകരമെന്ന് തോന്നുന്ന ചില കാര്യങ്ങളിലൂടെയാണ് പിശാച് പലപ്പോഴും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. അതുകൊണ്ട് തന്നെ നാം വളരെ വിജിലൻ്റ് ആയിരിക്കണമെന്ന്
ദൈവമാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ ലോകത്തിൽ നാമും ഇരിക്കുന്നു. അവിടെ പറയുന്നത് ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകുവാൻ. എന്തുകൊണ്ടാണ് നാം ക്രിസ്തുവിൽ വസിക്കേണ്ടത്? ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാവേണ്ടത്. അപ്പോൾ ന്യായവിധിയുടെ കാര്യം മനസ്സിലാക്കും. അതിന് പറയുന്നത് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധി ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുക. ഈ മരണത്തെ മനുഷ്യന് തടയിടുവാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് ന്യായവിധിയും. രണ്ടും ദൈവത്താൽ നിയമിക്കപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യം ചോദിച്ചാൽ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നാം ദൈവത്തോട് കണക്ക് പറയാൻ ബാധ്യസ്ഥരാണ്. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ എൻ്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ എന്നാണ് ഏസ്കേൽ പ്രവചനത്തിൽ വായിക്കുന്നത്. ഞാൻ ഈ ശലോമൻ പറയുന്നുണ്ട്, ലാറ്റിനെ സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊടുക്കുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും ദൈവമായ സകല രഹസ്യങ്ങളുമായതിനെ ന്യായവിധിയിൽ വരുത്തും. അപ്പോൾ ന്യായവിധികളൊന്നും തെളിവാ. പൗലോസ് പറയുന്നുണ്ട്, ഒരുവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കാൻ നാം എല്ലാവരും ക്രിസ്തുയേശുവിൻ്റെ ന്യായാസനം നിൽക്കേണ്ടി വരും. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം പഠിക്കുമ്പോൾ കാണുന്നുണ്ട്, പിതാവാരെയും ന്യായം വിധിക്കാതെ പുത്രനെ എല്ലാവരും ബഹുമാനിക്കേണ്ടതിനായിട്ട് പുത്രനെ ന്യായവിധിയാക്കി വെച്ചിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 17-ാം പഠിക്കുമ്പോൾ 30-31 വാക്യം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ദൈവം കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചതിനാൽ ന്യായവിധി ഉണ്ട് എന്നുള്ളതിന് ഉറപ്പാകുന്നു എന്നാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ന്യായവിധി എന്നുള്ളത് ഉറപ്പാണ്. നമുക്കത് ഒഴിവാൻ കഴിയില്ല. അതേസമയം ന്യായവിധി കഴിഞ്ഞ ശിക്ഷാവിധി ഉണ്ടാവും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, മരണശേഷം ഒരു അവസരമില്ലാത്തതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവായ യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ചെടുത്തുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തെ ഭയപ്പെട്ടും അനുസരിച്ചും ജീവിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമാണ് ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. മരണം എപ്പോൾ സംഭവിക്കുന്ന അറിയത്തില്ല, കർത്താവിൻ്റെ വരവ് എപ്പോൾ സംഭവിക്കുന്ന അറിയത്തില്ല. അതുകൊണ്ട് മരണശേഷമോ കർത്താവിൻ്റെ വരവിന് ശേഷമോ അങ്ങനെ ഒരു അവസരം നമുക്ക് ലഭിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സമയം നീ അതിനുവേണ്ടി വിനിയോഗിക്കുക എന്നുള്ളതാണ് നിന്റെ ഉത്തരവാദിത്തം. കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ദേഷ്യം തോന്നാറുണ്ട്. ചിലരൊക്കെ ഇങ്ങനെ പറയുന്നവരൊക്കെ കൂക്ക് വിളിക്കാറുണ്ട്. ദൈവവചനം പറയുന്നു, സുവിശേഷം മനസ്സിലാക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്തോടെ മുഖത്തും വിട്ടകുന്ന നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. വളരെ ഗൗരവപൂർണമായി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ന്യായവിധി ദിവസത്തിൽ നിനക്ക് ധൈര്യം ഉണ്ടാകണമെങ്കിൽ നീ ക്രിസ്തുവിൽ വസിക്കുന്നവൻ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ക്രിസ്തുവിലായിട്ടുണ്ടോ ചിന്തിക്കുക, അവനെ വിശ്വാസത്തിൽ കൈക്കൊള്ളുക, അവനെ അനുസരിക്കുക, അവനെ അനുഗമിക്കുക, സാക്ഷികളാകുക. അങ്ങനെ ന്യായ ദിവസത്തിൽ കാര്യമുള്ളവരായിരിക്കാൻ അത് മുഖാന്തരമായി തീരും. ഓക്കെ. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. അപ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മൾ ദൈവത്തെ ഒരു ഭീകരജീവി പോലെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അടിച്ചു കയറാൻ നിൽക്കുന്ന, പിച്ചു ചെയ്താൻ നിൽക്കുന്ന ഒരു ഭീകരജീവി ഒന്നല്ല ദൈവം. ദൈവത്തെ അനുസരിക്കാതെ പോയാൽ ശിക്ഷാവധി ഉള്ളപ്പോൾ തന്നെ ദൈവത്തെ അനുസരിക്കുന്നവനെ അവനെ ദൈവം സ്നേഹിപ്പാനിടയായിത്തീരുന്നതാണ്. അവൻ സ്നേഹവാനായ ദൈവമാണ്. അവൻ്റെ വചനങ്ങളെ അനുസരിക്കാതെ പോകുമ്പോഴാണ്, അവൻ്റെ വ്യവസ്ഥകളോട് മറുതലിക്കുമ്പോഴാണ് അവന് കോപമുണ്ടാകുന്നത്. അപ്പോൾ പോലും ആ തെറ്റുകളെ മനസ്സിലാക്കി തിരുത്തുവാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമ്മോട് കരുണ കാണിക്കാൻ കർത്താവും വിശ്വസ്തനാണ്. തൻ്റെ ലംഘനങ്ങളെ മറിക്കുന്നതിന് ശോഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. അപ്പോൾ ദൈവം നമ്മോട് കരുണ കാണിക്കുവാനായിട്ട് വിശ്വസ്തനായ ദൈവമാണ്. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അത് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച്
സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കോണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. വീഴ്ചകളെ, താഴ്ചകളെ, പരാജയങ്ങളൊക്കെ ദൈവത്തോട് ഏറ്റു പറയുന്നതിലൂടെ ഇത് നമ്മൾ ക്ഷമിപ്പാൻ ഇടയായിത്തീരും. സ്നേഹം, തികഞ്ഞ സ്നേഹം എന്ത് ചെയ്യുന്നു? ഭയത്തെ പുറത്താക്കുന്നു. നമ്മുടെ വീടുകളിൽ കുഞ്ഞുമക്കളെ നമുക്കറിയാം. നമ്മളവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരെ പേടിയൊന്നുണ്ടാവില്ല. അവരെ ഇടപെടലും ഒരു ഓടും നമ്മുടെ മടിയിൽ കയറാൻ നമുക്ക് ആരും പേടിയുണ്ടായിരിക്കില്ല അല്ലേ? നമ്മുടെ കൊഞ്ചുവാൻ, കൊഴിയുവാൻ, നമ്മളെ ഉമ്മ വയ്ക്കാൻ, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് കുസൃതികൾ കാണിക്കാനൊക്കെ അവർക്ക് ഭയം ഉണ്ടാവില്ല. കാരണം അങ്ങനെ തികഞ്ഞ സ്നേഹമാണ്. അപ്പോൾ അതേസമയം അവർക്ക് സ്നേഹമില്ലെങ്കിൽ നമ്മൾ അടുക്കാൻ ആരും മടിക്കും. നമുക്കവരോട് സ്നേഹമില്ലെങ്കിൽ, നമ്മുടെ സ്നേഹം അവർക്ക് ബോധ്യമാകുന്നില്ലെങ്കിൽ നമ്മൾ അടുക്കാൻ മടിക്കും. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താകുന്നു. നമുക്ക് ദൈവത്തോട് ബഹുമാനം ഉണ്ടാകണം, ഭക്തി ഉണ്ടാകണം. പക്ഷെ ഭീകരജീവിയെ കാണുന്ന പോലെയുള്ള ഭയത്തിൻ്റെ ആവശ്യമില്ല. അവൻ നമ്മെ സ്നേഹിക്കുന്നു. നമ്മ അവനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്കും അവനെ സ്നേഹിച്ച് മുന്നേറാൻ കഴിയും. ആ കൂട്ടായ്മയിൽ തുടരുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഭയപ്പെട്ടും അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. എന്നാൽ ആ ഭയം എന്ത് ഭയമല്ല, ഒരു ഭീകരജീവിയെ കാണുന്ന ഭയമല്ല, മറിച്ച് ഒരു ബഹുമാനമാണ്. ഓക്കെ, ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞല്ല. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ദൈവം നമ്മെ സ്നേഹിച്ചപ്പോൾ നമ്മളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ്. മനുഷ്യൻ്റെ സ്നേഹം അങ്ങനെയല്ല. എനിക്ക് എന്ത് കിട്ടുമെന്ന് ചിന്തിക്കും ആദ്യം. അവൻ ചിന്തിച്ച പോലും കിട്ടുന്നില്ലെങ്കിൽ അവൻ സ്നേഹബന്ധം ഒഴിവാക്കി പോകും. ഇല്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന സ്നേഹിതന്മാരിൽ ഒരു കാലത്തുണ്ടായിരുന്ന സ്നേഹിതന്മാർ പലരും ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കില്ല അല്ലേ? ഒരിക്കലും നമ്മൾ സ്നേഹിച്ചിരുന്നവർ പലരും നമ്മുടെ കൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കില്ല. കാരണം എന്താണ്? അവർക്ക് എന്തോ ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞില്ല. അവർ നമ്മളെ ഒഴിഞ്ഞു പോയി. എന്നാൽ ചിലരുണ്ട് നമ്മളെ നിരന്തരം സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അവർ നമ്മിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല, എന്നിട്ട് നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. ദൈവം നമ്മെ എങ്ങനെയാണ് സ്നേഹിച്ചത്? നമ്മയിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ നമ്മെ അളവ് കൂടാതെ സ്നേഹിക്കുകയായിരുന്നു. അതുകൊണ്ട് നമ്മളും അവനെ സ്നേഹിക്കണം. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നത് പറയുകയും തന്നെ സഹോദരനെ പായിക്കുകയും ചെയ്യുന്നവനും കള്ളനാകുന്നു. ഇവിടുത്തെ വിഷയം കണ്ടോ? എല്ലാം പറയാറില്ല, ഞാൻ ദൈവത്തെ സ്നേഹിക്കാൻ ഭയങ്കര ഭക്തിയാണ്, വിശ്വാസമാണ്, സമർപ്പണമാണ്, വിശുദ്ധിയാണ്, വേർപാടാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും. പക്ഷേ അവൻ്റെ പ്രവർത്തികളിലൂടെ അവൻ സഹോദരനെ ദ്രോഹം ചെയ്യുകയായിരിക്കും. മറ്റുള്ളവനെ ദ്രോഹിക്കുവാനായിട്ട്, മറ്റുള്ളവനെ ഉപദ്രവിക്കാനായിട്ട്, മറ്റുള്ളവരെ നശിപ്പിക്കുവാനായിട്ടൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തിൻ്റെ ഭാഗെ ആരല്ല, വിശ്വസ്തനല്ല, അവൻ കള്ളനാകുന്നു എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ നാം ഈ പാഠങ്ങളെല്ലാം പഠിക്കുമ്പോൾ നമ്മളെ തന്നെയാണ് പരിശോധിക്കുന്നത്. നമ്മളെ തന്നെ സ്കാൻ ചെയ്യുക, നമ്മളെ എക്സ്റേ എടുക്കുക. എവിടെയൊക്കെ പാളിച്ച് സംഭവിച്ചത് മനസ്സിലാക്കിയിട്ട് അതെല്ലാം ക്രമീകരിക്കുവാനാണ് നമുക്ക് ഈ പാഠപദ്ധതി. ഏകദേശം 260 ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ക്ലാസ്സുകൾ തുടർമാനമായത് പഠിച്ചപ്പോൾ ഈ ക്ലാസ്സുകളിലൂടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മെ തിരുത്തുക, നമ്മിൽ നവീകരണം ആരംഭിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കണം, ഞാൻ ദൈവസ്നേഹിലെ എപ്രകാരമാണ് നമ്മളെ തന്നെ കണ്ട് ഉത്തരം കണ്ടുപിടിക്കണം. ഓക്കെ, അടുത്ത കാര്യം, ദൈവത്തെ താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവനെ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ ദൈവസ്നേഹം പ്രകടമാക്കുന്നത് എങ്ങനെയാണ്? അനുദിനവും കാണുന്ന സഹോദരനെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയില്ല എന്നാണ് ഇവിടെ ലേഖനകർത്താവ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പരസ്പരമായ ഒരു സ്നേഹവും പരസ്പരാഭിമാനവും പരസ്പരമായ കൂട്ടായ്മയൊക്കെ നമുക്ക് ആവശ്യമാണ്. അതിനെ തിരസ്കരിച്ച് മുന്നോട്ട് പോകരുത്. അത് നമ്മുടെ ജീവിതത്തിൽ, എസ്പെഷ്യലി ക്രിസ്തീയ ജീവിതത്തിലെ അനിവാര്യമായ
ഒരു ഘടകമാണെന്ന് നാം തിരിച്ചറിയണം. അടുത്തത്, ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ യോഹന്നാൻ എപ്പോഴും തൻ്റെ എഴുത്തുകളിലൂടെ സ്നേഹത്തെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും, അല്ലേ? തൻ്റെ എഴുത്തുകളൊക്കെ സ്നേഹിക്കണം 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 എന്നുള്ളതായ ഒരു ആഹ്വാനം നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൊക്കെ അത് മുന്നിട്ട് ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ അദ്ദേഹം ആ അധ്യായം അവസാനിപ്പിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്ന കൽപ്പന നമുക്ക് അവങ്കൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. നമുക്ക് ഈ പാഠം പഠിക്കുന്നതിലൂടെ നമ്മെ ഒന്ന് കാണുവാൻ, നമ്മെ ഒന്ന് തിരുത്തുവാനൊക്കെ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്, നമ്മുടെ സഹജീവികളെ സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ട്. നാം ഭംഗിവാക്കുകൾ പറഞ്ഞതിന് അപ്പുറത്തേക്കുള്ളൊരു സ്നേഹം പ്രകടമാക്കുവാൻ ദൈവത്തോടാണെങ്കിലും മനുഷ്യരോടാണെങ്കിലും നമുക്ക് കഴിയുന്നുണ്ടോ ശാന്തമായി ചിന്തിച്ച്, നമ്മുടെ കുറവുകൾ കണ്ടുപിടിച്ച് ദൈവസ്നേഹിച്ച് പറഞ്ഞ് ഉപേക്ഷിച്ച് യുവതി തീരുമാനത്തോടെ സമർപ്പണത്തോടെ ഇനിയുള്ള നാൾ ജീവിക്കാനായിട്ട് നമ്മൾ സമർപ്പിച്ച് മുതിയത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, തന്ന സെക്ഷനായ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ വിധങ്ങളിൽ സംസാരിപ്പാനിടയായി തീർന്നല്ലോ. ദൈവത്തോടും മനുഷ്യരോടും യഥാർത്ഥമായ സ്നേഹത്തിൽ തുടരുവാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളുകളിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളെന്നും ദൈവത്തോട് കൂട്ടായ്മയുള്ളവരെന്നും പറയുമ്പോൾ തന്നെ അക്ഷരാർത്ഥത്തിൽ പ്രകടനായിരിക്കുവാനായിട്ട് എൻ്റെ തികവ് വെളിപ്പെടുത്തുവാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. സന്ദർശം കേട്ട മക്കളെ എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വ്യക്തിപരവും കുടുംബപരവുമായ വിഷയങ്ങളും എല്ലാ ആവശ്യങ്ങളും കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യണമേ. ഈ പഠിതാക്കളെയും പഠിപ്പിക്കുന്നവരെല്ലാം ദൈവം അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. സന്ദർശങ്ങൾ പങ്കുവെക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. ശുശ്രൂഷ കൊടുത്ത് പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഇവരിലൂടെ എല്ലാവരുടെയും ഞങ്ങളുടെ നാമത്തെ കർത്താവ് മഹത്വപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വയ്ക്കാതെ സ്തോത്രം യേശു നാം തന്നെ, ആമേൻ. ക്ഷമയോടെ ഈ സന്ദേശം സംബന്ധിച്ച് നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ഒരു താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ വിസ്താരം ചെറിയ നമ്മൾ സൂക്ഷിക്കുന്നതിനായിട്ട് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ സഹകരണത്തിനും പ്രോത്സാഹനത്തിനും നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.